ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ബേബീസിൻ്റെ അവർ പ്രിമച്ചർ ബേബീസാണ്, ട്വിൻസാണ്. അവരുടെ ഒരു ഗ്രോത്ത് സ്റ്റേജിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. അവർ ജനിച്ച സമയത്ത് ഒരാൾ 1.370, ഒരാൾ 1.230 ആയിരുന്നു വെയിറ്റ്. 1 kg ആയിരുന്നു. 2 പേര് വെയിറ്റ് ഉണ്ടാകുന്നത് 1 kg ആയിരുന്നു കേട്ടോ. എന്തായാലും ഡെലിവറി കഴിഞ്ഞുകൊണ്ട് അവരെ നേരെ NICU മാറ്റുകയാണ് ചെയ്യുന്നത്. പ്രിമച്ചർ ബേബീസ് ആണല്ലോ. അവരൊരു 1 മന്ത് നമ്മൾ ഹോസ്പിറ്റലായിരുന്നു. മൂത്താള് മോളൊരു 7 days കഴിഞ്ഞപ്പോൾ NICU മാറി. മോൻ പിന്നെ ഒരു 20 days 20 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് NICU നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ വെയിറ്റ് ഒരു ഞാൻ പറഞ്ഞല്ലോ 1 kg ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഡെലിവറി കഴിഞ്ഞ് അവർ ഡേ ടു ഡേ വെയിറ്റ് കുറയുക ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുവിധം എല്ലാ ബേബീസും ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് കുറയല്ലോ. പിന്നെയാണ് അവർ ഇങ്ങനെ പയ്യെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ അങ്ങനെ തന്നെ ആയിരുന്നു. വെയിറ്റ് കുറഞ്ഞു. 300 ഒക്കെ ഉണ്ടായിരുന്നു. 1.100 ഒക്കെ ആയിട്ടുണ്ട്. 1 kg വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വെയിറ്റ്. അങ്ങനെ പയ്യെ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യം ഡെലിവറി കഴിഞ്ഞൊരു 1.5 ആഴ്ച അങ്ങനെ എനിക്ക് തോന്നുന്നു വെയിറ്റ് അവരിങ്ങനെ കുറയാനായിരുന്നു. പിന്നെയാണ് കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ അവർക്ക് എന്താ പറയുക, മരുന്നുകളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ, കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് ഇനി ഒരുപാടൊന്നും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായിരുന്നില്ല. പയ്യെ ഡെലിവറി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് പയ്യെ എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് വരാൻ തുടങ്ങിയത്. ഒന്നാമത് അവർ ബേബീസ് സക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവുക എന്ന് പറയും. പക്ഷേ ഇവർക്ക് എന്തായാലും സക്ക് ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് എന്തായാലും സക്ക് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. അപ്പോൾ എന്തായാലും ഇവർ സക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പാല് കുറവായിരുന്നു. ആ സമയത്തൊക്കെ പാല് കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെ പയ്യെ പിന്നെ അങ്ങനെ പാല് വരാൻ തുടങ്ങി. അതും കുറച്ച് പാലുള്ളൂ കേട്ടോ. നമ്മൾ പമ്പ് ചെയ്താൽ തന്നെ നമുക്കൊരു 10 ml അത്രയൊക്കെ ഉള്ളൂ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. പാല് 10 ml ഒക്കെ ഉള്ള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവർക്ക് രണ്ടുപേർക്കും ഡിവൈഡ് ചെയ്തിട്ട് ആ സമയത്ത് പക്ഷേ ഒരാൾക്ക് 4 ml, ഒരാൾക്ക് 6 ml അവരുടെ വെയിറ്റിനനുസരിച്ചിട്ടായിരുന്നു പാലിൻ്റെ ഒരു ml കണക്ക്. ഒരു പാല് കൊടുക്കേണ്ട ഒരു കണക്കുണ്ടായിരുന്നു ആ സമയത്ത്. വെയിറ്റ് അനുസരിച്ച് വെയിറ്റ് കുറവാണല്ലോ. പക്ഷേ അതിനു മുമ്പ് അവർക്ക് ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബ്രസ്റ്റ് മിൽക്ക് ഇല്ല, പക്ഷെ അവർക്ക് പാല് കൊടുത്ത് തുടങ്ങണമല്ലോ. അപ്പോൾ ഫോർമുല മിൽക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആദ്യം കൊടുത്ത ഫോർമുല മിൽക്ക് സിമിലാക്കായിരുന്നു. സിമിലാക്ക് നിയോഷുവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമുല മിൽക്ക്. സിമിലാക്കിൻ്റെ നിയോഷുവർ ആയിട്ടോ മിൽക്ക്. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഈ ഫോർമുല മിൽക്കിനൊക്കെ റേറ്റ് ഉണ്ട്. 1 before 37 weeks. 37 വീക്കിൻ്റെ ഉള്ളിൽ ജനിച്ച കുട്ടികൾക്ക് കൊടുക്കുന്നൊരു ഫോർമുല മിൽക്കാണ്. ഫോർ ദ പ്രീ ടൈം ബേബി ആണോ, പ്രീ ടൈം ബേബി നിയോഷുവർ. അപ്പോൾ ഇതായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നൊരു ജനിച്ചൊരു 2 മാസമൊക്കെ ഇതാ കൊടുത്തിട്ടുണ്ടായിരുന്നത്, നിയോഷുവർ സിമിലാക്ക്. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ 30 ml വാട്ടറിൽ 1 സ്പൂൺ, ഒരു സ്പൂണ് 30 ml വാട്ടറിൽ. അതങ്ങനെ നമുക്ക് അളവ് കൂട്ടിക്കൊണ്ടാകും. 60 ml 2 സ്പൂണ്, 90 ml 3 സ്പൂണ്, അങ്ങനെ ആയിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കേട്ടോ. നന്നായിട്ട് വെള്ളം തിളയ്ക്കണം, എന്നിട്ട് തിളച്ചിട്ടൊന്ന് ആറണം. അതിലാണ് ഇത് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോർമുല മിൽക്കായിരുന്നു. നിയോഷുവർ, സിമിലാക്കിൻ്റെ നിയോഷുവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമുല മിൽക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവർക്ക് അതിൻ്റെ ഇടയിൽ അവർക്ക് അയൺ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അവർ ഏകദേശം അവരുടെ വെയിറ്റിനനുസരിച്ചാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയൺ ഡ്രോപ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. D3, സിങ്കോവിറ്റ്, ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ 1 വയസ്സ് വരെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മരുന്നൊക്കെ 1 വയസ്സ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മരുന്നുകളൊക്കെ അങ്ങനെയാണ്. അയൺ ഡ്രോപ്സ്, D3, സിങ്കോവിറ്റ്, ഇതൊക്കെ ഏത് കൊടുത്തിട്ടുണ്ടായിരുന്ന മെഡിസിൻ. അങ്ങനെ പിന്നെ പയ്യെ ബ്രസ്റ്റ് മിൽക്ക്, അങ്ങനെ പിന്നെ പയ്യെ ബ്രസ്റ്റ് മിൽക്ക് എനിക്ക് കുറച്ച് കൂടാൻ തുടങ്ങിയെന്ന് വെച്ചാൽ 2 ആൾക്ക് കൊടുക്കാനുള്ള മിൽക്കൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. 2 ആൾക്ക് എന്തായാലും പാല് തികയില്ല. പിന്നെ എനിക്ക് കുറച്ച് കൂടി 60 ml ഒക്കെ ഇടയ്ക്ക് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് മെല്ലെ കാരണം പിന്നെ പാലുണ്ടാവാനുള്ള ഒരുപാട് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം എൻ്റെ പാലിപ്പോൾ കുറച്ചാണെങ്കിലും അവർ ആ സമയത്ത് കുടിക്കുന്നതായിരുന്നു. അപ്പോൾ
ഗ്യാസ് പ്രോബ്ലം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ സമയത്ത് അങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പാലുണ്ടാവാൻ പറ്റിയ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ടെൻഷൻ, ഡിപ്രഷൻ, അതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പാലുണ്ടാവില്ല എന്ന് പറയാം. ഞാൻ ആ NICയിലോട്ട് ഇവർക്ക് പാല് കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ നഴ്സുമാർ പറയും ഒരിക്കലും ടെൻഷൻ അടിക്കരുത്, ടെൻഷൻ അടിച്ചാൽ എന്താണ് നമുക്ക് പാലുണ്ടാവുന്നത്. പക്ഷെ എനിക്കൊക്കെ ആ സമയത്ത് നല്ല നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് കുറവായിരുന്നു. അപ്പം അങ്ങനെ നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു. അപ്പോഴൊക്കെ അവർക്ക് നിയോഷുവർണേട്ട കൊടുത്തിട്ടുണ്ടായിരുന്നത് പാല്. പിന്നെ അങ്ങനെ പിന്നെ അവർക്ക് ഡോക്ടർ എഴുതി തന്നൊരു ഫോർമുല മിൽക്കാണ്. എനിക്ക് ഡെലിവറി കഴിഞ്ഞ് 2 മന്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു എൻഫാമിൽ, ഇത് നല്ല ഫോർമുല മിൽക്കാണ്. എൻഫാമിലാണ് പിന്നെ ഡോക്ടർ എഴുതി തന്നത് സ്റ്റേജ് 1. പിന്നെ അവർക്ക് ഇതാണ് കേട്ടോ, ഒരു 8 മന്ത് വരെ ഈ ഇതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 മന്ത് കഴിഞ്ഞപ്പോൾ സ്റ്റേജ് 2 ആക്കി. പിന്നെ അവർക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്റ്റേജ് 3 ആക്കി. അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻഫാമിൽ. ഇത് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ ഫോർമുല മിൽക്ക് ഡോക്ടർ വന്നിട്ടുള്ള ഒരു ഫോർമുല മിൽക്കാണ് കേട്ടോ. പിന്നെ അവർക്കൊരു 5 മന്ത് ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഡോക്ടർക്ക് ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 മന്ത് ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഡോക്ടർ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴൊക്കെ ഇവർക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കുന്നില്ല. ഒരു നേരം ഒരാൾക്ക് കൊടുത്താൽ അടുത്ത നേരം മറ്റൊരാൾക്ക്, അങ്ങനെ. പക്ഷെ ബ്രസ്റ്റ് മിൽക്ക് എനിക്ക് കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊന്നും എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവില്ല. ബ്രസ്റ്റ് മിൽക്ക് കൂടിയിട്ടേ ഇല്ല. അങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 5 മന്ത് ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ഫുഡ് ഇവർക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ റാഗിയാണ്. പല സ്ഥലത്തും പല റാഗിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റാഗി, അതുപോലെ തന്നെ മധുരത്തിന് പനങ്ങൽക്കണ്ട ചേർത്തിട്ട് നമ്മൾ കുറുക്കാക്കിയിട്ട് അത് കൊടുക്കും. അതങ്ങനെ ഒരു 2 ആഴ്ച ഒരു നേരം കൊടുത്തു. ഒരു നേരം സ്റ്റാർട്ട് ചെയ്തു. അത് ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 നേരമാക്കി. അപ്പോൾ പിന്നെ അങ്ങനെ അതൊരു 1.5 മാസം നമ്മൾ 2 നേരം മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ ഫുഡ് കൊടുത്തു. അതിനിടയിൽ ഫോർമുല മിൽക്ക്, ബ്രസ്റ്റ് മിൽക്ക് അങ്ങനെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂചി ഗോതമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂചി ഗോതമ്പിൻ്റെ പാല് പിഴിഞ്ഞ് അത് അങ്ങനെ കുറുക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ അങ്ങനെ കായപ്പൊടി മിൽക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നവരരി കുറുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു വയസ്സ് ഒരു 11 മാസമൊക്കെ ആയ സമയത്താണ് നമ്മൾ ചോറ് കൊടുത്തു തുടങ്ങുന്നത്. മെല്ലെ ചോറ് കൊടുത്തു തുടങ്ങി. അതിനിടയിൽ നമ്മൾ ചെറുതായിട്ട് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആപ്പിള്, പഴം, അങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും അത് കഴിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചോറുണ്ടെന്ന് ചെയ്തു. ചോറും ഒരു നേരം കൊടുത്തു. പിന്നെ രാവിലെ റാഗി കുറുക്ക് കൊടുക്കും. ഉച്ചയ്ക്ക് ചോറ്, ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ വൈകുന്നേരമൊക്കെ ആവാൻ നേരത്ത് വേറെ എന്തെങ്കിലും ഒരു കുറുക്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു ഫുഡ് റൂട്ടീൻ എന്ന് പറയുന്നത്. നവരരിയുടെ കുറുക്കോ റാഗിയോ അങ്ങനെയൊക്കെ കുറുക്കായിട്ട് അത് കൊടുക്കും. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യും. ക്യാരറ്റും ചോറും അതുപോലെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റും ചോറും കൂടി വേവിച്ചിട്ട് അത് നന്നായിട്ട് ഉടച്ചിട്ട് ആദ്യം നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. പയ്യെ മാറ്റി നന്നായിട്ട് വേവിച്ച് നമ്മൾ തന്നെ ഉടച്ച് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു ഫുഡ് റൂട്ടീൻ. പിന്നെ അങ്ങനെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മെല്ലെ ഒരുവിധം എല്ലാം കൊടുത്ത് നോക്കി, എല്ലാം കൊടുത്ത് നോക്കി. പിന്നെ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് മുട്ട കൊടുത്തു തുടങ്ങിയത്. മുട്ട കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ചോറ് കൊടുക്കും, മുട്ട കൊടുക്കും, നേന്ത്രപ്പഴം കൊടുക്കും. അതുപോലെ റാഗി പിന്നെ ആ സമയം മുതലേ കൊടുത്തു. റാഗി ഒരുപാട് തവണ കൊടുത്തു, അതായത് ഒരുപാട് കാലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇടയിൽ നിർത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു 1.5 വയസ്സ് ആയവാൻ നേരത്താണ് അമൃതം പൊടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്നത്. അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി. അപ്പോൾ അമൃതം പൊടി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചോറ്, നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോർമുല മിൽക്ക് ഒരു വയസ്സും ഒരു 3 മാസമൊക്കെ വരെയൊക്കെ എൻഫാമിൽ കൊടുത്തു. സ്റ്റേജ് 3 വരെ കൊടുത്തു നമ്മൾ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന ഒരു ഫോർമുല മിൽക്ക് ഇതാണ് കേട്ടോ. ഈ സിമിലാക്കിൻ്റെ ഫോർമുല ഇതാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ട് അങ്ങനെയൊന്നുമില്ല. രാത്രി അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ കൊടുക്കുന്ന ഫോർമുല മിൽക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവർ. ഞാൻ ആ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ.
നമുക്ക് ഇടയ്ക്ക് ചെക്കപ്പ് ഉണ്ടാകും. പിന്നെ അവർക്ക് ഒരു 6 മാസമൊക്കെ ആയ സമയത്ത് അവർ വെയിറ്റ് ഒരു 5 kg ഒക്കെ ഉണ്ടായിരുന്നു വെയിറ്റ്. അത് കഴിഞ്ഞ് പയ്യെ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വെയിറ്റിലൊക്കെ കൂടുന്നുണ്ടായിരുന്നു. വെയിറ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 10 kg ഉണ്ട്, രണ്ടാളും 10 kg സംതിങ് ഇപ്പം ഉണ്ട് വെയിറ്റ്. കുഴപ്പമൊന്നുമില്ലാത്ത വെയിറ്റാണ് ഇപ്പം ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹോമിയോ മിൽക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇതാണ് കൊടുക്കുന്നത്. ഫുഡും തന്നെ റാഗി ഒരുപാട് ഒരു 1.5 വയസ്സിന് ശേഷം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഇഴയാണ് നിർത്തിയത്. ഇപ്പം അമൃതം പൊടി കൊടുക്കും. അമൃതം പൊടി അതുപോലെ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു നവരരിക്കുറുക്ക്, റാഗി, ചോറ്, പഴം, ആപ്പിള്. അതുപോലെ തന്നെ ഞാൻ ഒരു പൗഡർ, അതായത് ഒരു ഹെൽത്ത് മിക്സ് പോലെ എന്നൊക്കെ പറയാം, നമ്മുടെ കാഷ്യൂ, വാൾനട്ട്, ബദാം ഇതെല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് പൊടിച്ച് അതും കൊടുക്കുന്നുണ്ട്. അത് ഇതേപോലെ കുറുക്കിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതും കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫുഡ് റുട്ടീൻ എന്ന് പറയുന്നത്. എന്തായാലും 1 kg ഒരു വെയിറ്റിൽ നിന്നിപ്പോൾ ഒരു 10 kg വെയിറ്റിൽ ആണിപ്പോൾ അവർ. കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.